ശൂരനാട് ഗ്രാമത്തിൽ ഇനി ചെണ്ടുമല്ലിയും വിളയും. ഓണക്കാലം ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം. ആഘോഷവേളകളിൽ പൂക്കൾക്കായി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന മലയാളികൾക്ക് വഴികാട്ടിയായി ശൂരനാട് ഗ്രാമം. കേരള മണ്ണിന് അന്യമായിരുന്ന ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ പനപ്പെട്ടി വാർഡിൽ പോലീസുകാരനായ ശ്രീജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള 40 സെന്റ് പുരയിടത്തിലാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. പൂക്കൃഷി ചെയ്യുന്നത് എൻ്റെ സഹോദരപുത്രനായ ശ്രീജിത്താണ്. കേരള പോലീസിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. ഗവൺമെൻറ് സർവീസിനോടൊപ്പം തന്നെ കൃഷിയിൽ താല്പര്യം തോന്നിയപ്പോൾ വേറിട്ടൊരു കൃഷി എന്ന ചിന്ത ഉദിക്കുകയും അച്ഛൻ്റെ സഹോദരൻ എന്നുള്ള നിലയിലും ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ച ഒരാളെന്നുള്ള നിലയിലും എൻ്റെ കൂടെ ഉപദേശം ചോദിച്ചപ്പോൾ ഞാനാണ് പറഞ്ഞത്, ഒരു വേറിട്ട കൃഷി ഇതാണ്, ഓണമാണ്, ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വിളവെടുപ്പ് നടത്താം. നമുക്ക് ഓണക്കാലത്ത് പൂക്കളെ തമിഴ്നാട്ടിൽ നിന്നാണ് ആശ്രയിക്കുന്നത്, എങ്കിൽ പോലും നല്ല പൂക്കൾ കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് നമുക്ക് ഇത് കൃഷി ചെയ്താൽ ഏതാണ്ട് 2 മാസം കൊണ്ട് 45 ദിവസത്തിനും 50 ദിവസത്തിനും ഇടയിൽ വിളവെടുപ്പ് നടത്താൻ പറ്റും. അങ്ങനെ ശൂരനാട് തെക്ക് ശാസ്താംകോട്ട കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഏകദേശം 45 സെൻറ്റ് സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചിരിക്കുകയാണ്. ജോലിക്കിടയിൽ വരുന്ന സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുവാനും മാനസിക സംഘർഷങ്ങൾ കൃഷി ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കുവാൻ പറ്റിയ ഒരു മേഖലയാണ് കൃഷി എന്നുള്ള ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാലഘട്ടത്തിന് അനുയോജ്യമായതും രസകരമായതും എന്നാൽ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും കഴിയുന്ന ഒരു കൃഷിയാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിലേക്ക് തിരിഞ്ഞത്. ഏകദേശം 45 സെൻറ്റ് സ്ഥലത്ത് 4000-ഓളം ചെണ്ടുമല്ലി തൈകളാണ് വയ്ക്കുന്നത്. ഇത് ഫലപ്രദമായി നോക്കിക്കണ്ട് നിന്നാൽ ഇതിൻ്റെ വിളവെടുപ്പ് സമയത്ത് വിളവെടുപ്പ് നടത്തിയാൽ ഈ വരുന്ന ഓണക്കാലത്ത് ശൂരനാട് തെക്ക് പഞ്ചായത്തിലും ശാസ്താംകോട്ട പഞ്ചായത്തിലും ഏകദേശം ആവശ്യമായിട്ട് ഓണക്കാലത്തേക്ക് വേണ്ടുന്ന പൂ വിതരണം ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്സവ സമയങ്ങളിൽ കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന 2 തരം ചെണ്ടുമല്ലിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഓണക്കാലം ലക്ഷ്യമിട്ടാണ് കൃഷിക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ചെണ്ടുമല്ലിയുടെ കൃഷിയാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. ഓണത്തിന് വിളവെടുക്കുന്ന രീതിയിലാണ് ഇതിനെ നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ 2 കളറിലുള്ള ജമന്തിയുടെ തൈയാണ് ഇപ്പോൾ ഇവിടെ നടുന്നത്. ഒരു 2 മാസ കാലയളവാണ് ഇതിൻ്റെ പറയുന്ന ഒരു പീരീഡ്. ഓണത്തിനോടടുപ്പിച്ച് നമുക്ക് ഇതിനകത്ത് വിളവെടുക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ബാക്കി ഈ ക്ലൈമറ്റ് നമ്മുടെ കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, മഴയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ടുള്ള രീതിയിൽ വിളവെടുപ്പ് നടത്താൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ധാരാളം മഴ ലഭിക്കുന്നതും ഏറെ വെയിലേൽക്കാത്ത പ്രദേശവുമാണ് ചെണ്ടുമല്ലി തഴച്ചു വളരാറുള്ളത്. അതിനാൽ തന്നെ കേരളത്തിലെ കാലാവസ്ഥ ഇതിനനുകൂലമല്ലെന്നായിരുന്നു പറയപ്പെടുന്നത്. എന്നാൽ പ്രത്യേക രീതിയിൽ ഭൂമി ഒരുക്കിയാണ് ശൂരനാട് ചെണ്ടുമല്ലി കൃഷി ആരംഭിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചെണ്ടുമല്ലി പൂവിൻ്റെ കൃഷിയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള പൂക്കൾ ഉൽപ്പാദിപ്പിക്കാത്ത ഒരു സംസ്ഥാനമാണ്. നമ്മൾ കർണാടകത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുമാണ് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായിട്ടുള്ള പൂക്കൾ ദിവസേന ലോഡ് കണക്കിന് പൂക്കളാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അതിൽ തന്നെ ക്ഷേത്ര ആവശ്യങ്ങൾക്കും അതുപോലെ മതപരമായ ചടങ്ങുകൾ, വിവാഹ ആവശ്യങ്ങൾ ഒക്കെ അതിനൊക്കെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ പൂക്കളെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ ഓണം ഏകദേശം 2 മാസം കഴിയുമ്പോൾ ഓണം എത്തുകയാണ്. അപ്പോൾ അത്തപ്പൂക്കളം ഇടുന്നതിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൂ ആവശ്യമുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ വ്യാപകമായി നമുക്ക് പൂക്കൃഷികൾ കേരളത്തിലില്ലെങ്കിലും പലയിടങ്ങളിലും ഇപ്പോൾ കുടുംബശ്രീകളും അതുപോലെ തന്നെ വ്യക്തിപരമായി കർഷകരുമൊക്കെ ഇത്തരത്തിലുള്ള ചെണ്ടുമല്ലി, അതുപോലെ തന്നെ റോസ്, അതുപോലെ തന്നെ മുല്ലപ്പൂ ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന് വ്യത്യസ്തമായ കാലാവസ്ഥകൾ നമുക്ക് അനുയോജ്യമായ രീതിയിൽ കേരളത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ പലപ്പോഴും കൂടുതൽ അതിന് വിളവ് ലഭിക്കാത്ത ഒരവസ്ഥ കൂടിയുണ്ട്. കേരളത്തെ സംബന്ധിച്ച് നമുക്ക് മഴ ഏത് സമയത്താണ് നമുക്ക് മഴ കിട്ടുന്നതെന്ന് അറിയാൻ വയ്യാത്ത ഒരു കാലാവസ്ഥ, അതുപോലെ തന്നെ അതികഠിനമായ വേനലുമാണ്. അപ്പോൾ ഇത്തരം പൂക്കളെ സംബന്ധിച്ച് അതിന് അനുയോജ്യമായ വലിയ മഴയും വലിയ ചൂടുമില്ലാത്ത കാലാവസ്ഥയിലാണ് ഇത് കൂടുതൽ ഫലഭൂയിഷ്ടമായി കൂടുതൽ പൂക്കൾ വിരിയുന്നത്. എന്നാൽ നമുക്ക് ഇവിടെ നല്ല ശാസ്ത്രീയമായി തന്നെ അത് ഈ പണ കോരി അതിൻ്റെ ചെറിയ തൈകൾ ഇപ്പോൾ വെച്ചിരിക്കുകയാണ്. ഏകദേശം 2000-ൽ കൂടുതൽ ചെണ്ടുമല്ലി തൈകളാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇത് വലുതായി
നിറയെ പൂക്കളായി നമുക്ക് ഈ വരുന്ന ഓണത്തിന് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾക്കെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇത് വ്യാപകമായി നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ കുടുംബശ്രീ തൊഴിലുറപ്പുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ നമ്മൾ ഫലവൃക്ഷങ്ങൾ നടുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പൂക്കൃഷികൾക്ക് കൂടി ഊന്നൽ നൽകിയാൽ നമ്മുടെ കേരളത്തിന് ഒരു പരിധിവരെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ നമുക്ക് ഈ പൂക്കൾ നമുക്ക് ലഭിക്കുന്നതിനുള്ള ഒരു കൂടുതൽ ഇല്ലെങ്കിൽ പോലും നമ്മുടെ അത്യാവശ്യം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുവാൻ കഴിയും. 2000-ഓളം തൈകളാണ് ആദ്യഘട്ടത്തിൽ നട്ടത്. ഭരണിക്കാവിൽ വർഷങ്ങളായി പൂക്കച്ചവടം നടത്തുന്ന ശ്രീലത ആദ്യ തൈ നട്ട് സംരംഭം ഉദ്ഘാടനം ചെയ്തു. 10-22 വർഷം കൊണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് പൂ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബിസിനസ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പൂ കെട്ടിയാണ് നമുക്ക് ശീലമുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു കൃഷിയായിട്ട് തുടങ്ങാൻ എന്നെ വിളിച്ചു, ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു. ഇതിന് നമുക്ക് ഓണത്തിന് ഇഷ്ടംപോലെ പൂ ഉണ്ടാവട്ടെ. പൊതുപ്രവർത്തകൻ ദിലീപ് ശാസ്താംകോട്ട, ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം സജികുമാർ, ശാസ്താംകോട്ട മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം അനിൽ പനപ്പെട്ടി, BJP മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി മധുകുമാർ തുടങ്ങിയവർ തൈനടീലിൽ പങ്കെടുത്തു.